എന്റെ പ്രഭാത ഭക്ഷണം 8 മണിക്ക് കഴിഞ്ഞു. ഞങ്ങൾ ഉച്ചഭക്ഷണം 2 മണിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്? ഞാൻ 9 മണിക്ക് ഡിന്നർ കഴിഞ്ഞു. നിങ്ങൾ എപ്പോഴാണ് അത്താഴം കഴിക്കുന്നത്? കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റിയാലോ? നോക്കി നോക്കല്ലേ. എന്റെ പ്രഭാത ഭക്ഷണം 8 മണിക്ക് കഴിഞ്ഞു. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock ഇൻ ദ മോർണിംഗ്. നോക്കി നോക്കൂ. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock ഇൻ ദ മോർണിംഗ്. ഞങ്ങൾ ഉച്ചഭക്ഷണം 2 മണിക്ക് കഴിഞ്ഞു. വി ഹാവ് ലഞ്ച് അറ്റ് 2 o'clock ഇൻ ദ ആഫ്റ്റർനൂൺ. വി ഹാവ് ലഞ്ച് അറ്റ് 2 o'clock ഇൻ ദ ആഫ്റ്റർനൂൺ. നിങ്ങൾ എപ്പോഴാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്? വാട്ട് ടൈം ഡു യു ഹാവ് ലഞ്ച്? വാട്ട് ടൈം ഡു യു ഹാവ് ലഞ്ച്? ഞാൻ 9 മണിക്ക് ഡിന്നർ കഴിഞ്ഞു. ഐ ഹാവ് ഡിന്നർ അറ്റ് 9 PM. നിങ്ങൾ എപ്പോഴാണ് അത്താഴം കഴിക്കുന്നത്? വാട്ട് ടൈം ഡു യു ഹാവ് ഡിന്നർ? വാട്ട് ടൈം ഡു യു ഹാവ് ഡിന്നർ? ഇനി നോക്കി നോക്കൂ. ഈ AM എന്ന് പറയുമ്പോൾ മോർണിംഗ് ആണ് വരിക. PM എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അതായത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അല്ലെ, ഉച്ചയ്ക്ക് ശേഷം ഈവനിങ്, അതായത് നമ്മൾ മോർണിംഗ് എപ്പോഴും നമ്മൾ AM എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു 12 മണിക്ക് ശേഷം, 12 അല്ലെങ്കിൽ 12 മണിക്ക് ശേഷമോ നമ്മൾ എന്ത് പറയും, PM എന്ന് പറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 8 AM 8 o'clock ഇൻ ദ മോർണിംഗ് എന്ന് പറയും. 8 PM എന്ന് പറഞ്ഞാൽ 8 o'clock ഇൻ ദ ഈവനിങ് എന്ന് പറയും. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായില്ലേ? ഒന്നും കൂടെ നോക്കി നോക്കാം അല്ലെ. എന്റെ പ്രഭാത ഭക്ഷണം 8 മണിക്ക് കഴിഞ്ഞു. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock ഇൻ ദ മോർണിംഗ്. ഞങ്ങൾ ഉച്ചഭക്ഷണം 2 മണിക്ക് കഴിഞ്ഞു. വി ഹാവ് ലഞ്ച് അറ്റ് 2 o'clock ഇൻ ദ ആഫ്റ്റർനൂൺ. നിങ്ങൾ എപ്പോഴാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്? വാട്ട് ടൈം ഡു യു ഹാവ് ലഞ്ച്? ഞാൻ 9 മണിക്ക് ഡിന്നർ കഴിഞ്ഞു. ഐ ഹാവ് ഡിന്നർ അറ്റ് 9 PM. നിങ്ങൾ എപ്പോഴാണ് അത്താഴം കഴിക്കുന്നത്? വാട്ട് ടൈം ഡു യു ഹാവ് ഡിന്നർ? 8 AM എന്ന് പറഞ്ഞാൽ എന്താണ്, 8 o'clock ഇൻ ദ മോർണിംഗ്. 8 PM എന്ന് പറഞ്ഞാൽ 8 o'clock ഇൻ ദ ഈവനിങ്. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നെക്കൊണ്ട് കഴിയില്ല, ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക, ഇനി ഞാൻ ആരോട് ചോദിച്ചാണ് ഇംഗ്ലീഷ് പഠിക്കുക, എനിക്ക് ഇനി ഇംഗ്ലീഷ് പഠിയുമോ, ഞാൻ ഒത്തിരിയൊക്കെ പഠിച്ചല്ലോ, ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിലൊക്കെ, ഒന്നിൽ കൂടുതൽ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് ഓൺലൈനായിട്ടൊക്കെ ജോയിൻ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ എനിക്ക് വേണ്ട വിധത്തിൽ കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോസ് നിങ്ങൾ മുഴുവനായി കാണൂ. നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനും നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവാനും നിങ്ങളെ ഈ ഒരു വീഡിയോസ് അല്ലേ, ഇംഗ്ലീഷ് അപ്പിന്റെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് കരുത്തേകും, ഒരുപാട് പ്രചോദിതമാകും, ഒരുപാട് കോൺഫിഡൻസ് ആത്മവിശ്വാസം നൽകും. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.